പുള്ളി ഭയങ്കര കണ്ടീഷൻസ് ഒക്കെ ആയിരുന്നു. വണ്ടി കവേർഡ് പാർക്കിംഗ് ഇടണം. പുള്ളി വർഷത്തിൽ ഒരിക്കൽ വരും. അങ്ങനെയൊക്കെ അഗ്രി ചെയ്തിട്ടാ തന്നത്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ബ്യൂട്ടിഫുൾ സൺഡേ ആണ്. സോ ഇന്നത്തെ നമ്മുടെ പരിപാടി, എൻ്റെ ചേച്ചിയും എൻ്റെ ബ്രദർ ഇൻ ലോൻ്റെ ഒക്കെ നേറ്റീവ് പ്ലേസ്, എൻ്റെ ബ്രദർ ഇൻ ലോൻ്റെ നേറ്റീവ് പ്ലേസ് മാവേലിക്കരയാണ്. ഞാൻ ഇതുവരെ അവരെ മാവേലിക്കര വീട്ടിലൊന്നും വ്ളോഗ് ചെയ്തിട്ടില്ല, കാരണം ഇപ്പോൾ അവർ ട്രിവാൻഡ്രത്തിലാണല്ലോ താമസിക്കുന്നത്. സോ ഇന്ന് ഞാൻ പോകുന്നത് മാവേലിക്കരയിലാണ്. പക്ഷെ അവരുടെ വീട് കാണിക്കാനല്ല, അവരുടെ ഒരു ചെറിയ കാർ കളക്ഷൻ ഉണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് കിട്ടിയിരിക്കുന്നത് ആ കാർ കളക്ഷൻ കാണിക്കാനാണ്. അപ്പോൾ ഇന്ന് ആ ചെറിയ കാർ കളക്ഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ മാവേലിക്കരയിലേക്ക് പോവാണ്. സോ ബാക്കിയൊക്കെ അവിടെ എത്തിയിട്ട്. അപ്പോൾ ഗൈസ്, വി ആർ ഇൻ മാവേലിക്കര. എനിക്ക് വീട് കാണിക്കാൻ കൊതിയായിട്ട് വയ്യ കേട്ടോ. പക്ഷെ വീടൊന്ന് അവരുടെ ഒരു കുറച്ച് മെയിൻ്റനൻസ് വർക്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത സാധനങ്ങളില്ല. ആൻറ്റീക് കളക്ഷൻസും ഒരു സംഭവമാണ്. ഞാൻ അത് കാണിച്ചു തരാം അടുത്ത അവിടെ ഇത് വീടൊന്ന് സെറ്റായിട്ട്. പക്ഷേ കാറ് രണ്ട് വീട്ടിലായിട്ടാണ് കിടക്കുന്നത്. ഒന്ന് ഇവരുടെ ഇപ്പോൾ ഈ വീടുണ്ട്, അതല്ലാതെ ഇവരുടെ തറവാട് പോലത്തെ മമ്മിയുടെ രഞ്ജുവിൻ്റെ എൻ്റെ അളിയൻ്റെ മദറിൻ്റെ വീട്ടിൽ അവിടെ ഒരു ഗരാജ് പോലെ കെട്ടിയിട്ടുണ്ട്. സോ അവിടെയും കിടക്കുന്നുണ്ട്. നമുക്ക് ആദ്യമേ ഇവിടുത്തെ കാണാം, അത് കഴിഞ്ഞിട്ട് അവിടുത്തെ പോയി കാണാം. ഇനിയും ഉണ്ടായിരുന്നു കുറേ, അതൊക്കെ കൊടുത്തു എന്ന് തോന്നുന്നു. ഇതൊക്കെ കാറിന് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. പക്ഷേ നമുക്ക് രഞ്ജുവിൻ്റെയും കൂടെ വിളിച്ച് കാറിനെ കുറിച്ച് പറയാം. പിന്നെ അവരുടെ താർ റോക്സിൻ്റെ ഒരു ജെന്യുവൻ റിവ്യൂ കുറേ പേര് ചോദിച്ചു. ഞാൻ ഓടിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ രഞ്ജുവിൻ്റെ താറും ഉണ്ടായിരുന്നു, സാധാരണ 3 ഡോർ താറ്, പിന്നെ താർ റോക്സും ഉണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ കറക്റ്റായിട്ടൊരു കമ്പാരിസണും പറയാൻ പറ്റുമല്ലോ. പിന്നെ ഇന്നോവയും ഉണ്ട്. അപ്പോൾ എനിക്കൊന്നൊരു കറക്റ്റ് രീതിയിൽ കമ്പയർ ചെയ്യാം. പിന്നെ പ്രാഡോയും ഉണ്ട്. സോ ഒരു കറക്റ്റ് കമ്പാരിസൺ ആയിരിക്കും വിത്ത് SUV. ഫസ്റ്റ് ഇതെന്താ ഓസ്റ്റിനോ? ഓസ്റ്റിൻ 10 ഏത് ഇയർ ആയിരിക്കും? ഇത് 20s, late 20s. 1920s, late 20s. 100 ഇയേഴ്സിന്റെ വണ്ടി. Close to 100 years ആയി. ഓ, ഇത് എപ്പോ വാങ്ങിയത് രഞ്ജുണ്ണ? എവിടുന്ന് വാങ്ങിയത്? ഇത് പഞ്ചാബിന്ന്. പഞ്ചാബില് ഇതാണ് പഞ്ചാബ് ഹെറിറ്റേജ് മോട്ടറിംഗ് ക്ലബിന്റെ പ്രസിഡന്റ് ആയിരുന്നു എന്റെ ഓണർ. ഓ, പുള്ളിയുടെ കയ്യിൽ നിന്ന് കരഞ്ഞ് കാല് പിടിച്ചത് പുള്ളി തന്നു. പുള്ളി ഭയങ്കര കണ്ടീഷൻസ് ഒക്കെ ആയിരുന്നു. വണ്ടി കവേർഡ് പാർക്കിംഗ് ഇടണം. പുള്ളി വർഷത്തിൽ ഒരിക്കൽ വരും. പുള്ളിയുടെ അങ്ങനെയൊക്കെ അഗ്രി ചെയ്തിട്ടാ തന്നത്. പുള്ളി മരിച്ചുപോയി. പുള്ളിയുടെ മോള് കഴിഞ്ഞ 3 വർഷം മുമ്പ് ഇവിടെ ഇങ്ങോട്ട് വന്നു വണ്ടി കാണാൻ വന്നിരുന്നു. അപ്പൊ അത്രയും സ്നേഹിക്കുന്നവരെ വണ്ടിയില്ല. ഒറ്റയ്ക്ക് ഇത് കൊണ്ടുവരണം അങ്ങനെയൊക്കെ പറയാം. 2 ലക്ഷം രൂപ ട്രാൻസ്പോർട്ടേഷൻ പുള്ളി തന്നെ കയറ്റി വിടും. ഇതപ്പോ കണ്ടീഷൻ ഇത് റിസ്റ്റോറേഷൻ ഒന്നും ചെയ്തിട്ടില്ല, അവര് തന്നെ എല്ലാം ചെയ്താ. ഓ, ഇത് ലഗേജ് വെക്കാൻ ബൂട്ട് ഇല്ലാത്തോണ്ട് ഇങ്ങനെയാണ് ലഗേജ് വെക്കുന്നത്. ലഗേജ് ക്യാരിയർ ഇതിങ്ങനെ താത്തിയിടും, തുറന്നു വെച്ചിട്ട് പെട്ടി വരും. ലെതർ ബോക്സ് വരും ഇതില്. ഓ, ലെതർ ബോക്സ് ഉണ്ട്. അത് ചീറ്റ്, അത് ഇച്ചിരി പൊടിഞ്ഞു പോയി. ഓക്കെ. ഇത് മേളില് സൺറൂഫാ. ഇത് ആക്ച്വലി ഏത് കമ്പനിയുടെ ബ്രാൻഡ് അല്ലേ? എന്താണ്, ഏത് രാജ്യം? ഓസ്റ്റിൻ, ഇംഗ്ലണ്ടാ. ഓക്കെ. ഇത് ഇവിടുന്ന് അങ്ങോട്ട് സ്ലൈഡ് ചെയ്യാം ഫുള്ള്. ഇത് ആക്ച്വലി ഹണ്ടിങ് ബേസ്ഡ് വണ്ടിയാ. അന്ന് ഇങ്ങനെ സൺറൂഫ് വരുന്നത് ഹണ്ടിങ് പർപ്പസ് ആണ് അവർക്ക്. ഡോറ്, ഈ ഡോറ് ഇങ്ങനെയും ഈ ഡോറ് ബാക്കിലേക്കോ അല്ലേ? FJ ക്രൂസർ ഒക്കെ പോലെ അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ, അല്ലെങ്കിൽ റോൾസ് റോയ്സ് പോലെ. സത്യം, അന്നത്തെ ഒരു ലക്ഷറി, അൾട്രാ ലക്ഷറി വണ്ടി ആയിരിക്കും അല്ലേ? സീരീസ് 10 എന്ന് പറയുമ്പോൾ ലക്ഷറി വണ്ടി. സീരീസ് 7 എന്ന് പറയുമ്പോഴാണ് ബേസിക് സ്റ്റാർട്ടിംഗ് റേഞ്ച്. അതല്ല നോക്കാം. ഓക്കെ, ഇത് ഓസ്റ്റിൻ A35 മിനി എന്ന് പറയും. ഓക്കെ, ഓസ്റ്റിന്റെ ലേറ്റർ വേർഷനാ, 30s വേർഷനാ, 30s 40s. ഇത് എവിടുത്തെ വണ്ടിയാ? വെസ്റ്റ് ബംഗാൾ. ഇത് കൊള്ളാലോ. ഇതെല്ലാം ഓസ്റ്റിനാ? ഇത് ഓസ്റ്റിനാ. ഓക്കെ, അതെന്താ ഓസ്റ്റിൻസ് മാത്രം ഇത്രയും കളക്ട് ചെയ്തത്? ഓസ്റ്റിന്റെ എല്ലാ റേഞ്ചും ഇന്ത്യയിലുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് നിലവിൽ. ഓസ്റ്റിൻ മെയിൻലി നോർത്ത് ഇന്ത്യയിൽ ആക്ച്വലി മോറീസ് ആയിരുന്നു ഇത് പ്രൊമോട്ട് ചെയ്തിരുന്നത്. ഓക്കെ, മോറീസ് ഓസ്റ്റിനും ഒരു കമ്പനി ആയിരുന്നു. ഓക്കെ.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് വണ്ടികൾ കൂടുതലും ഇന്ത്യയിൽ വന്നാൽ മിക്കവാറും എല്ലാം ഇംഗ്ലീഷ് വണ്ടികളാണ്, ഇംഗ്ലണ്ടിൽ നിന്നുള്ള വണ്ടികളാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഫോർഡുകളും മറ്റേ അമേരിക്കൻ വണ്ടികൾ കുറവും, ഈ ബ്രിട്ടീഷ് വണ്ടികളാണ്. ബുള്ളറ്റ് വണ്ടി റോയൽ എൻഫീൽഡ് ആണല്ലോ, ബ്രിട്ടീഷ് കമ്പനിയാണ്. ഇതപ്പോ ഏത് മോഡലാ? ഇത് 20s 1920s ആണ്. ഇത് ഏർലിയർ വേർഷൻ, അതിന്റെ മുമ്പത്തെ വേർഷൻ അത്. ഇത് അതിനെക്കാട്ടി പഴയതല്ലേ? അതെ, ഇത് ടൂറർ ആണിത്. ഓക്കെ, ഇവർക്ക് തന്നെ പല കാറ്റഗറി ഉണ്ട്, ബേസ്, ഹണ്ടിങ്, ടൂറിങ്. അതെ, ഇത് ടൂറർ ആണ്. മാത്രമല്ല ഇത് 7 ആണ്. 7 എന്ന് പറയുമ്പോൾ ചെറിയ എഞ്ചിനാണ്. ഓക്കെ, 3 സിലിണ്ടർ എഞ്ചിൻ. ഓക്കെ. ഇത് റീസ്റ്റോർ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. മെക്കാനിക്കലി ഓക്കെ, പക്ഷേ ഈ ചെറിയ അപ്പോളിസ്റ്ററി അല്ല, ചെയ്ത് നിൽക്കത്തില്ല. ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് നാൾ വെയിൽ കൊള്ളുമ്പോൾ പിന്നെ ഇതുപോലെ ആവും. ഇത് ഞാൻ ചെയ്തതാണ്, പുതിയ അപ്പോൾസ്റ്ററി ഫുൾ റീസ്റ്റോർ ചെയ്തതാ. ഇതേതാ? ഓസ്റ്റിൻ 7 തന്നെ. ഓക്കെ, 7 തന്നെ. ഇത് ഇച്ചിരി ഒരു സ്പോർട്സ് മോഡലാണ്. ഓക്കെ, ചെറിയ വീലും. ഓക്കെ. അപ്പൊ ഇത് ചെയ്തിട്ട് കാര്യമില്ല, നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഇത് മതി. ഇത് ഓടിക്കാൻ പറ്റില്ല. ഓടിക്കാൻ വേണേ റോഡ് ലീഗലായിട്ട് നമുക്ക് ടാക്സ് ഒക്കെ ഇപ്പോഴത്തെ പരിവാഹനായതിനു ശേഷം എല്ലാം തലവേദന പാടാ അല്ലേ, അതുകൊണ്ട് എടുക്കാറില്ല. ഇത് ഈ പറഞ്ഞ കണക്ക് ഓടിക്കാൻ സുഖമാണ്, ചെറിയ വണ്ടി ആയതുകൊണ്ട് തന്നെ. മെക്കാനിക്കൽ പാർട്സാണ് കൂടുതലേ. അത് മറ്റേ പുതിയ ഇപ്പോഴത്തെ പോലെ ഇലക്ട്രോണിക് സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതാ ഞാൻ പറയാ, ഫുൾ കാറ്റടിക്കുന്നു എല്ലാ സൈഡിൽ നിന്നും. അല്ല, ഒരു വടിയെടുത്ത് അടിക്കുമ്പോഴാണ് ഓടിക്കോളെ. ഇത് മറ്റേ CID മുസേപ്പ് ഇതും ടൂർ കൺവേർട്ടബിളാ. ഓക്കെ, ഓക്കെ. ഇത് നമുക്ക് ഏതെങ്കിലും ഓർമ്മ എടുത്തോണ്ടേ ഒരു ട്രിപ്പ് പോകണം. ഇതല്ലേ ടാക്സ് ഇല്ലാന്ന്, ടാക്സ് കടക്കാൻ ഭയങ്കര പാടാന്ന്. ഇപ്പൊ അടയ്ക്കണം ടാക്സ് ഓർമ്മ, ടൂർ പോട്ടെ. ഇപ്പൊ പണ്ട് ഇതിന്റെ ടാക്സ് എന്ന് പറഞ്ഞ 700 രൂപ 800 രൂപയൊക്കെ ഉള്ളായിരുന്നു. ഇപ്പൊ ഇതിന്റെ ഒരു ഒരെണ്ണത്തിന്റെ പേപ്പർ ക്ലിയർ ആക്കണമെങ്കിൽ കൺസൾട്ടിങ്, ഈ കൺസൾട്ടൻസിന്റെ ചാർജ് ഉൾപ്പെടെ 1 ലക്ഷം രൂപയ്ക്ക് പ്രശ്നം. എന്നിട്ട് പിന്നെ നമ്മളോട് കയറ്റിയിടും. അതെ, ആഫ്റ്റർ 5 years ചെയ്യണം. അത് തന്നെ. ഇത്രയും വണ്ടിക്ക് നമുക്ക് എന്നെ സംബന്ധിച്ച് പറയാം, ഇതൊരു കണ്ണിന് സുഖം കിട്ടാനാണ് ഞാൻ മേടിച്ചിട്ട്. ഓക്കെ, നമുക്കിത് ഓടിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല. ഒരു കളക്ഷൻ പോലെ നമുക്ക് ഇതിന് ഇറങ്ങി നിന്നാൽ കാണാൻ പറ്റണം. ഓക്കെ, അപ്പൊ രാവിലെ എണീറ്റ് ഇതിന്റെ ഇടയിൽ ഒരു കാപ്പി അതെ. ഇതില് ആദ്യമേ രഞ്ജുണ്ണൻ വാങ്ങിയ കാർ ഏതായിരുന്നു? ഈ മോറിസ് മൈനർ എന്ന് പറഞ്ഞൊരു വണ്ടി. അത് കൊടുത്തോ? ഇല്ല, ഉണ്ട്. അതിപ്പോ പെയിന്റിങ്ങിന് അതാണ് ഫസ്റ്റ് വാങ്ങിയത്. അതല്ലാതെ രഞ്ജുണ്ണന്റെ ഫസ്റ്റ് കാർ ഡാഡിയുടെ അല്ല, രഞ്ജുണ്ണൻ വാങ്ങിയ ഫസ്റ്റ് കാർ ഐക്കൺ ആണോ? ഫോർഡ് അല്ല, ടാറ്റ എസ്റ്റേറ്റ്. അതില്ല അല്ലേ? അത് ഭയങ്കര വണ്ടിയായിരുന്നു. അതെനിക്ക് വൈറ്റ് ആയിരുന്നില്ലേ നമ്മുടെ? അല്ല, ബ്ലൂ, ഗ്രേ. ഓക്കെ. ഇതെല്ലാം കൂടെ എടുത്ത് മുറ്റത്ത്. അല്ല, പക്ഷെ ഫസ്റ്റ് കാർ അത് പറ്റുമെങ്കിൽ വാങ്ങിയാലേ. ദിലുവിന്റെ ഫസ്റ്റ് കാർ ഏതാ? എന്റെ ഒരു ഫോർഡ് CNA, അല്ല ഫിയറ്റ് CNA. എന്റെ അത് പക്ഷെ ഇതുപോലത്തെ ഒരു കൾട്ട് വണ്ടിയൊന്നും അല്ലല്ലോ. ഇത് ഓസ്റ്റിൻ തന്നെയാ? ഓസ്റ്റിൻ 7. ഇത് ബോഡി മറ്റേ കാർ കൂപ്പേ. അപ്പൊ ഇവിടെ മൊത്തം ഓസ്റ്റിനെ ഇട്ടിരിക്കുന്നത്. ഇതാകുമ്പോ ഒതുങ്ങി, ചെറിയ വണ്ടിയാ, നമുക്ക് കാണാനും ഒരു സുഖമാണ്. ഇതിന്റെ ഓണേഴ്സ് ഒക്കെ ആരൊക്കെയായിരുന്നു? അങ്ങനെ വല്ലതും ഉണ്ടോ? ചിലതൊക്കെ ഒരു റോയൽ ഫാമിലിയുടെ പൊസിഷനിൽ ഇരുന്ന വണ്ടികളാണ്. ഓക്കെ. ചിലത് സാധാരണ ആൾക്കാർ കൈ മാറി. അന്നത്തെ കാലത്തൊക്കെ ഇതിനും ട്രാക്ക് ഇല്ലല്ലോ. അതെ, RC ബുക്ക് കുറച്ച് പഴയ കഴിയുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തേ ഉള്ളൂ. അപ്പൊ ആരാ ഓണർ ചിലതൊന്നും അറിയാൻ പറ്റത്തില്ല. ഖരഗ്പൂർ IIT-യുടെ ഡീൻ, പുള്ളിയുടെ വണ്ടിയുണ്ട് എൻ്റെ. ഓസ്റ്റിൻ 40. അത് വീട്ടിൽ അവിടെ കിടക്കുക. ഓക്കെ. പുള്ളിയും ഭയങ്കര പെർട്ടിക്കുലർ. അങ്ങനെ മേടിക്കുന്ന ആളുടെ പാരമ്പര്യം അറിഞ്ഞിട്ടേ തരത്തുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? മോളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതാണ്, മോളെ കെട്ടിക്കുന്നതാണ്. എവിടെ കൊണ്ടുപോകുന്നത്, നിങ്ങൾക്ക് പാർക്കിംഗ് ഉണ്ടോ, എല്ലാം നോക്കിയിട്ടേ എല്ലാം കാണാം. ഓണറുടെ ഞങ്ങളന്ന് മറ്റേ റോൾസ് റോയ്സ് കൊടുക്കണ പോലെ അതെ, ചില ആൾക്കാർ റോൾസ് കൊടുക്കുമ്പോ അങ്ങനെയല്ലേ? അതാ പുള്ളിക്ക് ഓണറെ കാണണം. പിന്നെ ഞങ്ങൾ വീഡിയോ കോളൊക്കെ ഞാനിവിടെ ഡ്രൈവറായി വിട്ട് മേടിക്കാൻ. പുള്ളിയോട് സംസാരിക്കത്തില്ലായിരുന്നു, നമ്മളോട് ഡയറക്റ്റ് സംസാരിക്കണം. ഭയങ്കര പെർട്ടിക്കുലർ. ഇത് മിക്കവാറും ഇത് വെച്ചോണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം കടുംപെട്ടാ. അവരിതിന് വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാത്തവരാ. നമ്മള് ഇങ്ങനെ തുറന്നിട്ട് അവര് തൊടാൻ പോലും സമ്മതിക്കത്തില്ല. ഡോറടങ്ങിയാൽ പറയുമ്പോൾ ഞാൻ അടച്ചോളാം പറയും. ഇതേതാ രഞ്ജണ വണ്ടി? ഇത് അംബാസഡറിന്റെ ഫസ്റ്റ് വണ്ടിയാ. ഓക്കെ.
ഇത് പെട്രോളാണ്, ഒറിജിനൽ, എല്ലാം ഒറിജിനൽ ഇതിലാണ്. ഫുള്ളി റീസ്റ്റോർ ചെയ്ത. പക്ഷേ ഈ വെയിലും മഴയും കൊണ്ട് ഇങ്ങനെ കുറച്ച് മോശമായിട്ടുണ്ട്. ഇതും നമുക്ക് റണ്ണിങ് ആക്കാം. റണ്ണിങ് അല്ല, പക്ഷെ റൂട്ടിൽ ഇറക്കാൻ പറ്റുമോ? ടാക്സി ഇത് ക്ലിയർ എന്റെ പേരിൽ റോഡ് കീയൊക്കെ ഉണ്ട്, ഓടിച്ചാലോ? ഈ വരെ എന്റെ തിരിപ്പുണ്ട്. ഇതിന്റെ ബാക്ക് കൂടെ കാണിക്കും. ബാക്കാണ് ഈ ടയറും ഒറിജിനൽ MRF ഓർഡർ ചെയ്ത് വരുത്തിയ ഇതിന്റെ ടയറോ? നൈലോൺ ടയർ ഇല്ലല്ലോ ഇപ്പൊ. ഓക്കെ ഓക്കെ. ഇപ്പൊ എല്ലാം R സീരീസ് ടയർസ്. ഓക്കെ. ഈ നൈലോൺ ടയർസ് കിട്ടാൻ പാടാ. അപ്പൊ ഇതിനു വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഓർഡർ ചെയ്തോ? ഇത് പെട്രോൾ ആണോ? ഒറിജിനൽ പെട്രോൾ, ഒറിജിനൽ. എനിക്ക് നിന്റെ ഭംഗി ബാക്കിൽ നിന്നാട്ടാ. അത് ഞാൻ കേറ്റിയിട്ട് പിന്നെ കാണിച്ചു തരാം. എല്ലാം ഒറിജിനൽ പാർട്സ് വെച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത് അല്ലേ? സീറ്റൊക്കെ അകത്തും. ഏത് ഇയറാ ഇത്? ഇത് 57, 58. ഓക്കെ. അതൊക്കെ കണ്ടീഷൻ അല്ലേ? ഫുള്ള് റീസ്റ്റോർ ചെയ്തത്. ഓ, ഒറിജിനൽ ഇംഗ്ലണ്ടിന്റെ അതൊക്കെ ഇങ്ങനെ റീസ്റ്റോർ ചെയ്താണോ അതോ പണ്ടേ ഉണ്ടായിരുന്നോ? ഓക്കെ, അടിപൊളി. ഓടിക്കാറുണ്ട് രണ്ടുപേണ്? അത് കൊള്ളാം കേട്ടാ. ഇത് രഞ്ജുവണ്ണന്റെ ഫാദറിന്റെ സ്കൂട്ടറാണ്, റീസ്റ്റോറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാ വണ്ടി? ഇത് ബജാജിന്റെ പ്രിയ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രിയ. ഓ, 60s വണ്ടിയാ ഇത്? ഈ കളർ തന്നെ ആയിരുന്നു അതാ? ഇതിന്റെ ഒരു ചെറിയ ഈ ഏതാണ്ട് ഇതിനോട് ക്ലോസ് ആയിട്ടുള്ള ഒരു. അപ്പൊ ഇതിന് റീസ്റ്റോറേഷൻ നടക്കുക കഴിഞ്ഞു. സീറ്റ് ചെയ്യാൻ കൊടുത്തേക്കുക. ഓക്കെ. സീറ്റും ചെയ്ത് ആ സൈഡിലെ ബോക്സും അതിന്റെ അകത്ത് കിടപ്പുണ്ട്. ഓടിക്കാൻ കണ്ടീഷൻ ആണോ? ഓടിക്കാം. ഞാനിത് വീട്ടിൽ കൊണ്ട് വെക്കാനാ. ടെറസിൽ കൊണ്ടുവെക്കാൻ. നമുക്ക് ഗ്രില്ലടിക്കാനുള്ളതാ. അതിനാ ബാർബിക്യൂ അതിലിരുന്ന് ബാർബിക്യൂ ചെയ്യാൻ. അതിനാ ഇത് പണിഞ്ഞത്. അത് കൊണ്ടുവെക്കുക. അത് കൊള്ളാം. ഇവരുടെ താർ റോക്സിന്റെ റിവ്യൂ അത് നമുക്കൊന്ന് ഓടിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് മറ്റേ വണ്ടിയും കൂടെ മറ്റേ വണ്ടികളും കൂടെ കാണിച്ചിട്ട് ലാസ്റ്റ് നമുക്ക് ഇതൊന്ന് റിവ്യൂ ചെയ്യാം. ലാസ്റ്റ് ആണ് നമ്മൾ ഓടിക്കണുള്ളൂ. ഏത്? ഇത് ഓടിക്ക് ഇപ്പൊ നമുക്ക് അങ്ങോട്ട് പോകണ്ടേ? അപ്പൊ ഇതും കൊണ്ടാണ് ഇതും കൊണ്ട് പോവാം. അതിന്റെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ലൈറ്റും ഗ്രാഫിക്സ്. ഇത് റാംഗ്ലറിന്റെ ആണെന്ന് തോന്നല്ലോ കണ്ടിട്ട്. ചെയ്തിട്ട് വേറെ ലെവലാക്കി വെച്ചേക്കുക. ഞാനിപ്പം താർ റോക്സ് ഫസ്റ്റ് ടൈം ഓടിക്കാൻ പോവാണ്. സോ എന്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനും പിന്നെ ഇവരുടെ ഒരു കറക്റ്റ് ഇംപ്രഷനും പറയാം. താർ റോക്സ് എല്ലാവരുടെ ഒരു ഡ്രീം വെഹിക്കിൾ ആണ് എനിക്ക് തോന്നുന്നത്. ഒരുവിധം വണ്ടി ഇഷ്ടമുള്ള എല്ലാവരുടെ ഒരു ഡ്രീം വെഹിക്കിൾ ആണ് താർ റോക്സ്. എനിക്ക് ഇതിൽ പുതിയതായി ചെയ്തിരിക്കുന്നത് ഈ ഗ്രില്ല് വന്നിട്ടുണ്ട് വേറെ, പിന്നെ മുകളില് ലൈറ്റ്സ് വന്നിട്ടുണ്ട്, സൈഡില് എന്തൊരു വലിയ വണ്ടി. ഇത് ഭയങ്കര വലിയ വണ്ടിയാണ്. സ്റ്റിക്കറിങ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. നമുക്ക് ഞാൻ ലെഗ് സ്പേസ് ഒന്ന് നോക്കട്ടെ ആദ്യമേ. ഞാൻ എന്റെ സീറ്റ് എന്റെ പൊസിഷനിൽ ഇട്ടിട്ട് ബാക്കിൽ എത്ര സ്പേസ് ഉണ്ടെന്ന് നോക്കാം. കാരണം അതാണല്ലോ മെയിൻ ഈ വണ്ടിക്ക് സ്പേസ്. ഒരു ചെറിയ ഒപ്പീനിയൻ പോലെയാണ്, റിവ്യൂ പോലെ നിങ്ങൾ നോക്കണ്ട. ഫ്രണ്ട് ഞാൻ എന്റെ പൊസിഷനിൽ ഇട്ടിട്ട് എവിടെ തുറക്കുന്നതാണ്. ബാക്ക് അങ്ങനെ വരാൻ പറ്റുന്നില്ല. ഇവിടെ ഇതൊക്കെ ഉണ്ട്, തടസ്സങ്ങളുണ്ട്. കേറാൻ ഭയങ്കര ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ. ഞാൻ 6 അടി ഉണ്ട്. സ്പേസ് ഓക്കെ ആണ്. ഓക്കെ, 6 അടിക്കാരന് മാത്രം കേട്ടോ. 6 അടി. only thing നീ അപ്പ മനസ്സിലായോ? ഫ്ലോർ കുറച്ച് ഹൈ ആണ്, നീ അപ്പാണ്, പക്ഷെ വിഡ്ത്ത് ഉണ്ട്. എന്നെ പോലത്തെ 3 പേർക്ക് ഇതിലിരിക്കാൻ പറ്റും, നടുക്ക് ഫ്ലാറ്റ് ആയതുകൊണ്ട്. സോ സ്പേസ് വൈസ് ഐ തിങ്ക് സോ ഭയങ്കര. കാരണം എന്താ അറിയോ, റിക്ലൈൻ നന്നായി ചെയ്യാം, ബാക്കിലേക്ക് നന്നായി ചാരി ഇരിക്കാം. അതുകൊണ്ട് ഭയങ്കര റിലാക്സ് പൊസിഷനിൽ ലോങ് പോകാൻ പറ്റിയാണ്. എനിക്കൊന്ന് റോക്ക് താറ് വെച്ച് നോക്കുമ്പോ ഇത് ഹെവൻ ആണ് സ്പേസ് വൈസ്. നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ, വണ്ടി ഓൺ ചെയ്ത് ഫസ്റ്റ് നമ്മൾ കയറി പോകുമ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടല്ലോ, അത് എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ഇതിന്റെ സ്റ്റിയറിംഗ് വീല്, ഒരു ലക്ഷറി ഫീൽ എന്തായാലും കിട്ടുന്നുണ്ട്. പിന്നെ ഈ സംഭവങ്ങള്, ഈ ബട്ടൺസ് നോക്ക്, ഇത് ഒരു പ്ലെയിനിന്റെ ബട്ടൺസ് പോലെ ഉണ്ട്. ഒരു മറ്റേ സ്പോർട്സ് കാർ മിനി കൂപ്പറിലൊക്കെ കുറച്ച് ആ ഒരു പ്ലെയിനും സ്പോർട്സ് കാറിന്റെ പോലത്തെ ഒക്കെയാ തോന്നുന്നത്. എക്കണോമിക്സ് ഒക്കെ ഓക്കെയാണ്, സ്പേഷ്യസ് ആണ്, എല്ലാം ഓക്കെയാണ്. നല്ല ഹൈ സീറ്റിംഗ് പൊസിഷനാണ്. ഇതൊക്കെ എനിക്കൊക്കെ ഫ്രണ്ടിൽ ഇതുണ്ട്, കാലൊക്കെ ഫ്രണ്ടിൽ ഇട്ടിരിക്കാലോ. സ്പേസ് ഉണ്ട്, നല്ല സ്പേസ് ഉണ്ട്. ഫസ്റ്റ് ഇംപ്രഷൻ എന്താ അറിയോ, ഡ്രൈവ് ചെയ്യുമ്പോ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നുന്നു. സ്റ്റിയറിംഗ് വെറുതെ ഒരു വിരൽ വെച്ച് നമുക്ക് ഓടിക്കാൻ പറ്റുന്ന രീതിയിൽ. നമ്മൾ ഒരു റഫ് ആൻഡ് ടഫ് SUV എന്നൊക്കെ വിചാരിക്കുമ്പോ ഭയങ്കര ഹെവി സ്റ്റിയറിംഗ് പാടായിരിക്കും എന്നല്ലേ, പക്ഷെ സ്ലോ സ്പീഡിൽ ഭയങ്കര എളുപ്പം ഓടിക്കാൻ, നല്ല വിസിബിലിറ്റി. എനിക്ക് ആക്ച്വലി ഫസ്റ്റ് ഓടിക്കാൻ കുറച്ച് പാടായിരുന്നു. പൊട്ട ക്യാമറ വരാ. അതെ,
നല്ല വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം കാണാം. അപ്പൊ പിന്നെ ഫ്രണ്ട് കാണിക്കണ്ടേ? ഏത് തന്നെ കാണിച്ചെങ്ങനെ കണ്ടോ ഫ്രണ്ട് നല്ല വിസിബിലിറ്റി കണ്ടോ? ഇതാണ് കാറിന്റെ ക്യാമറമാൻ കേട്ടോ, റിവ്യൂ ചെയ്യാനുള്ള ക്യാമറമാന്. വണ്ടിനെ കുറിച്ച് വലിയ വിവരമില്ലാത്ത ഒരാളും ക്യാമറയെ കുറിച്ച് വലിയ വിവരമില്ലാത്ത ഒരാളും. ഒക്കെ പോകുമ്പോ ഞാനായിരിക്കും മറ്റേ മൊബൈലിട്ട് തരേണ്ടത്, മറ്റേ വീഡിയോ എടുക്കേണ്ടത്. അപ്പൊ സൂക്ഷിച്ച് കണ്ടൊക്കെ പെരുമാറിക്കണം. ഭയങ്കര സൈലന്റ് കേട്ടോ. ഡീസൽ ആണെന്നേ പറയുന്നത്. ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, പക്ഷെ വെരി സൈലന്റ്. ബാക്കി ഒരു 5 കിലോമീറ്റർ നമ്മള് മാത്രം സൈലന്റ് അല്ലാത്തുള്ളൂ. അതെ, ഞാൻ ഒരു 2 കിലോമീറ്റർ സ്ലോ സ്പീഡില, ചെറിയ റോഡ്സ് ആണ് ഓടിച്ചു. ഒരു ചെറിയ ചാട്ടമുണ്ട്, കാരണം സ്ലോ സ്പീഡിലാണ് പോകുന്നത്. ചെറിയ ചാട്ടമുണ്ട്. ബോഡി ഓൺ ഫ്രെയിം, ലാഡർ ഓൺ ഫ്രെയിം ചേസസ് ആണ്. സോ എന്തായാലും ആ ഒരു ചെറിയൊരു ചാട്ടം കാണും. മോണോകോക്ക് അല്ലല്ലോ. പക്ഷെ ഞാൻ ഒരു കമ്പാരിസൺ വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഓടിച്ച് പരിചയമുള്ളത് ഇന്നോവയും ഫോർച്യൂണർ ആണ്. ഫോർച്യൂണർ വെച്ച് നോക്കുമ്പോൾ മച്ച് മോർ കംഫർട്ടബിൾ ആണ്. പുതിയ ഫോർച്യൂണർ ആലോചിക്കണം, ഫോർച്യൂണറിന്റെ വില എത്രയാണ്, മീനിന്റെ വില എത്രയാന്ന് ആലോചിച്ചിട്ട് വേണം അത് നോക്കാനായിട്ട്. ഞാൻ പറഞ്ഞ ചാട്ടം വെച്ച് നോക്കുമ്പോൾ സ്ലോ സ്പീഡിൽ എനിക്ക് പേഴ്സണലി ഫോർച്യൂണറും കാട്ടി ചാട്ടം കുറവാണ്, ഇന്നോവേനും കാട്ടി കൂടുതലുണ്ട്. ഇത് രണ്ടുമാണ് എന്റെ ഒരു കമ്പാരിസൺ. കാരണം നമ്മുടെ വണ്ടിയിട്ട് കമ്പയർ ചെയ്യുന്നതിൽ കറക്റ്റ് അല്ലല്ലോ, ടോട്ടലി വേറെ ഇതല്ല. ഒരിക്കലും മെഴ്സറോ ബെൻസോ അങ്ങനെ വല്ല അല്ല, അത് വെച്ച് കമ്പയർ ചെയ്താൽ മതി. ഇത് വെച്ച് കമ്പയർ ചെയ്യുന്നത് ദിലുവിന്റെ കുഴപ്പമാട്ടോ. ദിലു ഏത് വണ്ടി, ഏത് ചെറിയ വണ്ടി നോക്കുവാണെങ്കിലും അപ്പൊ അയോണിക്കുമായിട്ട് കമ്പയർ ചെയ്യും. ഓട്ടോ റിവ്യൂർ ഒന്നും ഇല്ലല്ലോ, ഓടിക്കുന്ന വണ്ടി വെച്ചാലേ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. പാടില്ല. ഓക്കെ, ഉണ്ട് കേട്ടാ, നല്ല രീതിയിലുണ്ടല്ലോ. മഹീന്ദ്രൊക്കെ മാറിപ്പോയതില്ലോ. അടിപൊളി കേട്ടാ അല്ലേ? കൊടുത്തോ. ആഹാ, അതെ പതുക്കെ മതി, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എനിക്ക് പിക്കപ്പ് ആണെങ്കിലും അത്യാവശ്യം നല്ല പിക്കപ്പാണ്. എനിക്ക് തോന്നുന്നു ദിസ് കാർ ഡസ് എവറിത്തിങ് ബെറ്റർ ദാൻ ദ പ്രീവിയസ് കാർ. ഒരു ഷോർട്ട് ഇംപ്രഷൻ ആണ്, നമ്മൾ ലോങ് ട്രിപ്പ് ഒന്നും പോയില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോഴും ഒരു ഇങ്ങനത്തെ ഒരു കാർ വെച്ചൊരു ഫാമിലി കാറായിട്ട് ഇത് ഉപയോഗിക്കാൻ എനിക്ക് കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. പക്ഷെ ഒരു പക്ക ഫാമിലി കംഫർട്ടായിട്ട് പോകണമെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി കുറച്ചൊരു ചാട്ടം തോന്നുന്നുണ്ട്. കയറി ഇറങ്ങാൻ കുറച്ച് പാടാന്ന് വെച്ചാൽ ഹൈറ്റ് ഉണ്ട്. ഓക്കെ, പക്ഷെ ഹൈറ്റ് ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു SUV റഗഡ് ലുക്കിലുള്ള ഒരു SUV വേണം. ആൻഡ് യു നീഡ് ഒന്ന് കംഫർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് ഇത് തന്നെയായിരിക്കും ബെറ്റർ ഓപ്ഷൻ. സൺറൂഫും ഉണ്ട്. പഴയ താർ വെച്ച് ശരിക്കും കമ്പയർ ചെയ്യാൻ പറ്റില്ല. വേറെ വണ്ടിയായിട്ട് എനിക്ക് തോന്നുന്നത് എനിക്ക് സ്കോർപ്പിയോനൊക്കെ കാട്ടി കംഫർട്ടാണ് തോന്നിയത്. സ്കോർപ്പിയോ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഇന്നോവയുടെ അടുത്ത് വരെ എത്തുന്നുണ്ട് കംഫർട്ട്. നിങ്ങളുടെ ഇംപ്രഷൻ എന്താ? ഞാൻ പറഞ്ഞത് നിങ്ങളായിരിക്കും ഏറ്റവും ബെസ്റ്റ്. താർ റോക്സ്, ഇന്നോവ, പ്രാഡോ. അപ്പൊ 4 വെച്ച് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കംഫർട്ട് എങ്ങനെയുണ്ട്? ഡ്രൈവിംഗ് വൈസ് എനിക്കും ഇന്നോവയുടെ മുകളിലാണ്. പിന്നെ യാത്ര വൈസ് സീറ്റിംഗ് പൊസിഷനും കംഫർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്നോവയുടെ മേളില, പ്രാഡോയുടെ താഴെ. ഇന്നോവയുടെ മുകളിലായിട്ട് തോന്നിയോ? പക്ഷെ എനിക്ക് ബാക്ക് സീറ്റിൽ ഇരുന്നപ്പോ ഇങ്ങനത്തെ റോഡില്ല, പോലെ തോന്നുന്നു. സ്പീഡില് ഹൈവേസില് സ്മൂത്ത്. ഓക്കെ, അത് ഞാൻ നോക്കി. എഞ്ചിൻ റിഫൈൻഡ് ആണ്, ഗിയർ ഷിഫ്റ്റ് വലിയ കുഴപ്പമില്ല, AC അടിപൊളിയാണ്, ഭയങ്കര കൂളിംഗ് ആണ്. സ്പേസ് ബാക്ക് സീറ്റിൽ എനിക്ക് ഇരുന്നാലും ഇരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ സിസ്റ്റം ഇൻഫോർടൈൻമെന്റ് അതൊക്കെ ഉണ്ട്. ഞാൻ ആക്ച്വലി കണക്ട് ചെയ്തിട്ടില്ല തന്നെ, ബിക്കോസ് അതിന് എനിക്ക് മറ്റേ KYC അപ്ഡേറ്റ് ആകാത്തതുകൊണ്ട് അതിന്റെ ഫീച്ചർ ലിസ്റ്റ് ഒക്കെ. ഓക്കെ, പക്ഷെ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് താറ് ഒട്ടും ഇഷ്ടമല്ലാത്ത വണ്ടിയാണ്. 3 ഡോർ. കാരണം കംഫർട്ട് എനിക്ക് ഒട്ടും തോന്നിയിട്ടില്ല. പക്ഷെ ഇതിന്റെ ശരിക്കും താറിന്റെ പേരേ വരാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. വേറൊരു വണ്ടിയായിട്ട് എനിക്ക് തോന്നിയത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് ഇന്നോവനെ കാട്ടി ബെറ്റർ ആണെന്ന് പറയുന്നത്. പ്രാഡോന്റെ കുറച്ച് താഴെ. അത് കൊടുത്തപ്പോ പിന്നെ തെറ്റ് പറയും ഇന്നോവ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇവര് ഒരു ഇന്നോവ കൊടുക്കും, വേറെ വണ്ടികൾ എടുക്കും, പിന്നെ ഇന്നോവ വാങ്ങും, പിന്നെയും കൊടുക്കും, പിന്നെ ഇന്നോവ വാങ്ങും. ഇന്നോവ പിന്നെ ഇവരുടെ കംഫർട്ട് നമ്മൾ നോക്കുന്നത്. അതെ, ഇവർക്ക് ഉറങ്ങാം. അതെ, ക്യാപ്റ്റൻ സീറ്റ് ആയതുകൊണ്ട് അതെ, അതൊരു അഡ്വാൻറ്റേജ്. സീറ്റിംഗ് ക്യാപ്റ്റൻ സീറ്റ്സ് ഭയങ്കര കംഫർട്ടബിൾ ആണ്. അപ്പൊ ഇന്നോവ കൊടുക്കുക. അതെ, മുഖം മാറി. പരിപാടി ഹലോ, എന്തായി പരിപാടി? അക്കയായിട്ട് എന്ത് ചെയ്തു? ഉടക്കായിരുന്നോ? അടിയായിരുന്നോ? അല്ല, വിശക്കുന്നുണ്ടോ? ഇത് മോൾക്കോ?
നേരത്തെ കുളിച്ചാണോ മുഖം കഴുകിയാണോ? ഓക്കെ. അമ്മ ഇനിയൊരു 10 കാറും കൂടെ വാങ്ങാൻ പ്ലാൻ ഉണ്ട് ഞങ്ങക്ക്. ഞങ്ങൾ എല്ലാരും കൂടെ ഒരു പ്ലാൻ ആ ഞങ്ങളും ജോയിൻ ചെയ്യാൻ പോകും കളക്ഷനില്. എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ വയ്യാത്തോണ്ട് നിർത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ വേറെ ഒരാള് തുടങ്ങാൻ പോവാ. നിർത്തിയെടുത്ത് ഞങ്ങൾ തുടങ്ങാൻ പോവാ. നല്ല കാര്യം. അങ്ങനെ പറ. വണ്ടി നല്ല ലുക്കാ. ബാക്കിൽ നിന്നാണെങ്കിൽ ഫ്രണ്ടിൽ നിന്നാണെങ്കിൽ സൈഡിൽ നിന്നാണെങ്കിലും ഒക്കെ ലുക്കാ. വേറൊരു കാര്യം അറിയോ, ഈ രഞ്ജുവിന്റെ അമ്മയുണ്ടല്ലോ ഭയങ്കരമായിട്ട് നാടൻ ഫുഡ് കുക്ക് ചെയ്യും. അത് മമ്മിന്ന് ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല. മമ്മിയുടെ ഒരു ബീഫിന്റെ ഒരു സംഭവം ഉണ്ട്, ഒരു ഡ്രൈ ആയിട്ട്. ഓ അത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മോനെ. ഇതെനിക്കൊന്ന് രഞ്ജുവിന്റെ ആദ്യമേ പണിത വീടാണ്. ആ മമ്മി ജെഫ്രിനെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നെ വിളിച്ചപ്പോ തന്നെ പറഞ്ഞു ജെഫ്രിനെ കൊണ്ടുവരണത്. ബീഫ് ഉണ്ടോ മമ്മി? ഞാൻ അത് പറഞ്ഞിട്ടാ കൊണ്ടുവന്നേ. ഞാൻ കാറ് വെച്ചേ പറഞ്ഞില്ലേ ബീഫ് കാണുന്നത്. ആണ് രജുവിന്റെ ഫാദർ. കരാട്ടെ ആയിരുന്നു അറിയോ. ഞാന് എവിടെ അതെ ഞാനുണ്ടല്ലോ എനിക്ക് തോന്നുന്നു എനിക്കൊരു 12th കഴിഞ്ഞിട്ടാണ് BCom-ലാണ് ഞാൻ പഠിക്കുമ്പോൾ കാണുന്നത്. അന്ന് ഡാഡി ഏജ് എനിക്കറിയില്ല. അന്ന് നക്കിൾസിൽ 100 പുഷപ്പ് എന്റെ മുമ്പേ എടുത്ത് കാണിച്ചിട്ടുണ്ട് അറിയോ. ഇത് ചക്കപ്പുഴുക്കാണോ? കണ്ട ഇത് മീൻകറി കാണുമ്പോ നോക്കാം. ബിരിയാണി ഇതൊക്കെ ഏത് ഹോട്ടലിൽ നിന്ന് അമ്മി? മമ്മീസ് കിച്ചൺ. ആ കിച്ചൺ അല്ലേ? ഒമ്പോ ഇതെന്താ ഇത്? ചിക്കൻ ഫ്രൈ. രണ്ടെണ്ണം ഒന്നും കഴിക്കാൻ പറ്റില്ല കേട്ടാ. ഞങ്ങൾ ഇന്ന് ആസ്വദിച്ച് കഴിക്കുന്നതായിരിക്കും. ഇത് കാണുമ്പോ തന്നെ അറിയാം കേട്ടാ. കളറ് നോക്ക്. അയ്യോ ഓ കഴിച്ചതുപോലെയായി ഈ ബിരിയാണി. ഇതെല്ലാം മിക്കവാറും ഒന്നൊന്നര ആയിരിക്കും. അഭിപ്രായം പറയുന്നില്ല കേട്ടോ. എല്ലാരും ആസ്വദിച്ച് കഴിച്ചാൽ മതി. ഇത് കാരണം ഞാൻ എത്ര ഒരു 10-12 വർഷമായിട്ട് കഴിക്കുന്ന. അത് പാടാ. അതായിരിക്കും നല്ലത്. കഴിഞ്ഞു. ഈ ബീഫ് മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി ആസ്വദിച്ച് കഴിച്ചോ. അതെങ്ങനെയുണ്ട്? അതാണ് പറഞ്ഞത് എന്തായാലും വരാൻ. അതാണ് അത്രേ ഉള്ളു. ഇത്രയും ടേസ്റ്റ് വരാൻ കാരണം മമ്മി ഇന്നലെ പ്ലാൻ ചെയ്ത് വെച്ചാന്ന്. കണ്ടാ തലേ ദിവസം വെച്ചാലേ അത്രയും ടേസ്റ്റ് വരുള്ളൂ. അത് കാണുമ്പോ തന്നെ ഇതിന്റെ ടേസ്റ്റ് അറിയാം. ഇത് ടേസ്റ്റ് ആവശ്യമില്ല. ഏത് എന്നാലേ ഫീൽ കിട്ടുള്ളൂ. ഇതൊരു കാഴ്ചയാണ്. ഞാൻ സത്യമാണെന്ന് പോയി നോക്കട്ടെ. ഒരു കാക്ക വരുന്നു മമ്മിയുടെ കയ്യിൽ നിന്ന് എടുക്കുന്നു ബിസ്ക്കറ്റ്. ഡെയിലി വരുന്നു. ഞാൻ പോകുന്നില്ല പേടിപ്പിക്കുന്നേ. ആ ഇങ്ങനെയോ? കയ്യിൽ നിന്ന് എടുക്കും. പേടിയൊന്നുമില്ല. ഇതിനിടെ കൂടെ ഇങ്ങനെ നോക്കും. ഞാൻ ചേറിയിരിക്കും. കൊച്ചു ഞാൻ പറ്റിക്കും. ഷട്ടർ പൊക്കുന്നുണ്ട്. എന്തായിരിക്കും അകത്ത്? ആഹാ ഓട്ടോറിക്ഷ ഉണ്ടാ? ഓ ഇതില് ഫസ്റ്റ് ഇത് ഫിയറ്റിന്റെ കളികളാണല്ലോ ഇതിന്റെ അകത്ത്. ഏത് അവര് അപ്പയോ? അപ്പ ഉള്ള സമയത്ത് അപ്പയും വീരവാനൊക്കെ കൂടെ പോയി അനന്തരങ്ങളും കോഴിക്കോടല്ലേ കോയമ്പത്തൂര് അവര് പോയി ഫിയറ്റ് വാങ്ങിക്കൊണ്ട് വന്നോ? എടുത്തോണ്ട് വന്നു. ഞങ്ങളന്ന് ഗൾഫിലിരുന്നപ്പോ പറഞ്ഞ സർപ്രൈസ് ആയിട്ട് മേടിച്ചോണ്ട് വന്നു. ഓ അതിന്റെ ചെലവായി വണ്ടിയുടെ അത്രയത്. വണ്ടി എടുക്കാൻ പോയത് എവിടെ എടുക്കാൻ പോയ ചെലവ്? ഓ ഇത് അപ്പൊ എടുത്ത വണ്ടിയല്ലേ ആ ടൈമില്? ഇത് കൊറേ വർഷം പഴക്കമുള്ളത്. ഓക്കെ ഫിയറ്റാ? അല്ലല്ലോ. ഡാഡിയുടെയോ? ഡാഡിക്ക് ഫിയറ്റ് ഉണ്ടായിരുന്നോ? ഓ ആണോ? ഓ ഓക്കെ. താത്തയുടെ വണ്ടിയോ?
കാർ കിട്ടിയില്ല നമുക്ക്. ഓക്കെ. ഇത് എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ സ്കൂട്ടറാണ്. ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പോൾ താത്ത എന്നെ പിക്ക് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനും വന്ന ഇതാണ്. പക്ഷെ അന്ന് ഗ്രീൻ ആയിരുന്നു. താത്ത ഒരു പീകോക്ക് ഗ്രീൻ പോലത്തെ ഒരു ഗ്രീൻ അടിക്കുന്നത്. സോ ഇത് ഭയങ്കര നോസ്റ്റാൾജി ഉള്ള ഒരു സ്കൂട്ടറാണിത്. ഇത് ഹോണ്ട ആക്ടിവ. ഡാഡിക്ക് കാറുണ്ടെങ്കിൽ എപ്പോഴും ഇതിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇതെനിക്ക് ഓർമ്മയുണ്ട്. അയ്യോ, അവർക്ക് ബൈക്ക് ഉണ്ടായിരുന്നു. ഏത് BSc ഇപ്പൊ ബൈക്ക് ഉണ്ടോ? സിംഗിൾ സിലിണ്ടർ. ഓ ഓക്കെ. ഇതാ ഇത് ഹിന്ദുസ്ഥാൻ ന്യൂ ലുക്ക് എന്ന് പറയും. ന്യൂ ലുക്ക് ഹിന്ദുസ്ഥാൻ. ന്യൂ ലുക്കോ? ന്യൂ ലുക്ക് ഹിന്ദുസ്ഥാൻ. ഹിന്ദുസ്ഥാൻ ഏത് ഇയർ ആയിരിക്കും ഇത്? ഇത് 53, 52. ഓക്കെ. പിന്നെ അതാണ് അത് ഓസ്റ്റിൻ 8. ഇതും ഓസ്റ്റിൻ തന്നെ. ഓസ്റ്റിൻ 8. ഓക്കെ. അത് നമ്മുടെ അവിടെ 50s ആയിരിക്കും അത്. 1950s. 40s. ഓക്കെ. 40s റേഞ്ച്. ഇപ്പൊ നമ്മുടെ ഓൺലൈനില് നമ്മുടെ ഏറ്റവും വില കൊടുത്തെടുത്ത വണ്ടി ഏതായിരിക്കും? അല്ലെങ്കിൽ ഓൺലൈനല്ല, കൊടുത്താണെങ്കിലും രണ്ടെണ്ണം എടുത്തതിൽ ഏറ്റവും വില കൂടിയത് ഇമ്പാലയാണോ? വണ്ടി ഇവിടെ കിടക്കുന്ന ഫോർഡ് അപ്പുറത്തെടുക്കാം. ഇനിയുണ്ട്, അപ്പുറത്തും ഉണ്ടോ? ഇത് താത്തയുടെ സൈക്കിൾ. ഇത് താത്തയുടെ സൈക്കിളോ? ഏത് താത്ത? ഓ, രഞ്ജോണന്റെ താത്തയുടെയോ? താത്തയുടെ അച്ഛന്റെ. അയ്യോ, അപ്പൊ ഇത് എത്ര വർഷമായിരിക്കും ഇത്? More than 200 years. Almost 200 years. 150 years. എന്നിട്ട് ഇപ്പോഴും ഇരിക്കുന്നുണ്ടല്ലോ അത്. ഇംഗ്ലീഷ് വണ്ടിയോ? പമ്പ് സ്റ്റാൻഡും. ഓഹോ. ആ, അതെന്താ അത്? പമ്പ് വെക്കുന്നു. ഏത് സൈക്കിൾ പമ്പോ? ഓ, 200 years ആയത്. 150 കൂടി. 150 പ്ലസ്. ഓക്കെ. രഞ്ജോണിന് ഒരു RD 350 ഇല്ലായിരുന്നോ? കൊടുത്തോ അത്? അമ്മയുടെ ആഗ്രഹിക്കാതെ കൊടുത്തു. ബെസ്റ്റ്. എത്ര പേര് എന്നോട്, ഇന്ദ്രേട്ടൻ വരെ ചോദിച്ചത് അറിയോ? ഇവിടെ നാട്ടുകാർ മുഴുവൻ ദിവസം വന്ന് ചോദിച്ചോണ്ടിരുന്നതാണ്. ഞാൻ പറഞ്ഞ രഞ്ജോൺ അത് കൊടുക്കില്ല. അത് എന്റെ കോളേജ് സമയത്ത് ഉള്ള വണ്ടിയല്ലേ, അപ്പൊ ഞാനത് കൊടുക്കേണ്ട ആവശ്യം വെച്ചിരുന്ന. മമ്മി ഇത് വിചാരിച്ചു എന്താ അന്ന് അതിന്റെ 35,000 മറ്റായിരുന്നു അന്ന്. വെറുതെ വന്നിട്ട് 3 ലക്ഷം രൂപ വരാന്ന് പറഞ്ഞു. മമ്മി അപ്പൊ കൊടുത്തു. ഇപ്പൊ അതിന് 6 ലക്ഷം രൂപ 5 ലക്ഷം രൂപ വരും. ഓരോ പാർട്സ് ഇവിടെ അടുക്കി വെച്ചിരിക്കുക റീസ്റ്റോറേഷൻ. വീല് വേണ്ട. ഏതിന്റെ ഇത്? ഒരു ഫോർഡിന്റെ. ഓക്കെ. ഇത് വില്ലുവണ്ടി ഇല്ല വലിച്ചോണ്ട് പോകുന്നത്, ആളെ എടുത്ത് വലിക്കാൻ. ഓ, അവിടെ കിടക്കുന്നുണ്ടത്. ഓ, ഓക്കെ. അതൊക്കെ ഇനി റീസ്റ്റോർ ചെയ്യാറുണ്ട്. ഇത് എപ്പോ തീരും ഈ റീസ്റ്റോറേഷൻ പ്രൊജക്ട്സ്? അതല്ല, തീർന്ന അടുത്ത ഗോഡൌണിലേക്ക് പോകുമ്പോ ജഫറിന്റെ ബിരിയാണിയൊക്കെ അകത്ത് കിടന്ന് തിളക്കുന്നത്. ഇതല്ലേ ഫോട്ടോ? എന്താ ഇതിന്റെ കൂടെ വന്നേ? എന്തായാലും ഇത്രയും ഒരു കാർ കളക്ഷൻ ഉണ്ടല്ലോ. ഇങ്ങനത്തെ വിയേർഡ് ആയിട്ടുള്ള കാർ കളക്ഷൻ എനിക്ക് അതെ വേറെ ആരും കാണത്തില്ല. എന്തായാലും കയ്യിലെണ്ണാവുന്നവരെ കേരളത്തിൽ കാണുള്ളൂ. ടോട്ടൽ 52 ആയിരുന്നു. 53 ഉണ്ടായിരുന്നു. ഇപ്പൊ 33. ഇത് മറ്റേ എമ്പുരാനിന് കൊടുക്കാലോ. രാജു കണ്ടപ്പോ എടുത്തോണ്ട് പോയനെ. അമ്പോ, ഇത് ഒരു അംബാസിഡർ റെഡിയാക്കിയിട്ട് എനിക്ക് ഓടിക്കണം. ടാക്സ് എന്ത് വേണമെങ്കിലും നമുക്ക് അടച്ചിട്ടേ അത്രേ ഉള്ളൂ. AC ഉണ്ടോ? എന്തായാലും ഞാൻ എടുക്കും കേട്ടോ രഞ്ജോണ. ഇതൊരു സംഭവമായിരിക്കും കേട്ടോ ജെഫ്രി. ഒന്ന് ആലോചിച്ച് നോക്ക് ഇതില് പോകുന്നത്. ലൂസിഫറിന് നമുക്ക് ലൂസിഫറിന് ഇതിൽ പോയാലോ? ആ പള്ളിയിൽ പോവാം നമുക്ക്. അല്ല, ലൂസിഫറിന് റിലീസ് ചെയ്തിട്ട് തിയേറ്ററിൽ പോയാലോ? 27-ാം തീയതി. മറ്റേ വനിതാ വിനിതയെ പോവാ. മറ്റേ ആറാട്ടണം വരും. ശശിഹാരാണ്, നൈഷാണെന്നൊക്കെ പറഞ്ഞു വരും. ഓക്കെ. അംബാസിഡർ ഒന്ന് നാട്ടിൽ കൊണ്ടുപോകണം, എറണാകുളത്തേക്ക് കൊണ്ടുപോകണം. AC ഒക്കെ ഉണ്ട്. ലൂസിഫറേ മോഹൻലാൽ വരുന്ന വണ്ടി അത്. എനിക്ക് അതിന്റെ കാട്ടി പഴയതായത്. അത് ഏത് മോഡലായിരിക്കും അംബാസിഡർ? 60s അല്ലേ? ഇത് 70s. ഓക്കെ. ഓ, അംബാസിഡർ പിന്നെ ഡ്രൈവ് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും പാട് ഓടിക്കാൻ. പിന്നെ അത് മോറിസ് 8. ഓക്കെ. ഇത് ഫോർഡിന്റെ ഏതാ? പ്രിഫെക്റ്റ്. ഇതിന്റെ യെല്ലോ അമിതാഭ് ബച്ചന്റെ കയ്യിലുണ്ട്. ഇത് ഭയങ്കര ലുക്കാണല്ലോ ഈ വണ്ടി. അതെ. ഇത് ഏത് ഇയറാ? 1930s. ഓ, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഉണ്ടാക്കിയ പിന്നെ ഇത് മോറിസ് 8. ഓക്കെ. ഇത് എനിക്ക് ഫ്രണ്ടിൽ നിന്ന് കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ, അത്രേ സ്ഥലമേ ഉള്ളൂ ഇവിടെ കയറാൻ. മോറിസ് 8. മോറിസ് ആണ്
മോറിസും ഓസ്റ്റിനും ആണ് ഏറ്റവും കൂടുതലുള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാ. ചട്ടക്കാരി സിനിമയില് മോറിസ് വണ്ടി തല്ല് 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 തല്ലിപ്പൊളി വണ്ടി മോറിസ് വർക്ക് ചെയ്യില്ല അപ്പൊ തല്ല് തല്ല്. അമ്മോ ഇതേ ഇതെന്താ ഇത് കുതിര വണ്ടിയുടെ ഹൈറ്റ് പോലെ. ഇത് എത്ര രൂപയ്ക്ക് അണ്ണൻ എടുത്തെന്ന് ഒന്ന് ചുമ്മാ ഒന്ന് പ്രിഡിക്ട് ചെയ്യാമോ? എനിക്ക് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. എന്നാലും അണ്ണന്റെ ഒരു ഇത് വെച്ചിട്ട് ഭ്രാന്ത് വെച്ചിട്ട് അത് വെച്ച് എത്ര ആണെങ്കിലും പോവാം. ഇത് 20s 1920s. ഫോർഡിന്റെ ഏതാ ഇത്? മോഡൽ എ. ഫോർഡ് ആദ്യം ഇറക്കുന്നത് മോഡൽ ടി മോഡലാണ്. ഓക്കെ. കഴിഞ്ഞിട്ട് വരുന്ന ആദ്യം മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇന്ത്യയിലുണ്ടോ? അതെ, അന്ന് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. പറ ഇതില് പറ കാര്യം പറ. മേ ബി ഒരു 10-15 lakhs. 25. ഇത് ഏറ്റവും കാലം 25ഓ? 25 lakhs. ഇത് നമുക്ക് റണ്ണിങ് ആക്കാൻ പറ്റും. വണ്ടി മെക്കാനിക്കലി ഓക്കെ. ഓക്കെ, ജസ്റ്റ് ഇന്റീരിയേഴ്സ് ഒന്ന് ശരിയാക്കിയാൽ മതി. ടയേഴ്സ് ടയേഴ്സ് ഇതിപ്പോ കിടന്നു പോയതാ. പക്ഷെ കണ്ട എന്നാ വീതി എന്താ ഇത്? നോക്കട്ടെ ഈ വണ്ടി. ക്യാബിൻ സൈസ് ഒക്കെ ഉണ്ടല്ലോ ഇതിന്. ഇതിന്റെ ലെഗ് സ്പേസ് നോക്ക്. ഭയങ്കരല്ലേ? എന്തായാലും ശരിക്കും ഇത് മറ്റേ കൺവേർട്ടബിൾ അല്ലേ? ഇങ്ങനെ കുതിര വണ്ടിയുടെ ഒരു എവല്യൂഷൻ. ഓ, ആ സമയത്ത് അവര് ഉണ്ടാക്കിയിട്ട് ഇതിന്റെ ലൈറ്റ്സ് ഒക്കെ നോക്ക്. എന്താ അമ്മോ. ഈ USP എന്നൊക്കെ പറയുന്ന ഇന്ത്യൻ രജിസ്ട്രേഷനാ? UPയോ? ഓ, ഇത് കുതിര വണ്ടിയാ, കാളവണ്ടി. അതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ ഫോർഡ് ഐക്കൺ. നമ്മൾ ആദ്യമേ ഒരു വാങ്ങിയ വണ്ടിയിൽ ഒന്നാണ്. ഇത് റണ്ണിങ് ആണോ? ഓക്കെ. ഓ, ഇത് അംബാസിഡറിന്റെ ഏതാ വണ്ടി? ഏതാ സ്റ്റാൻഡേർഡോ? അതും ഒരു 19. ഓക്കെ. ലാസ്റ്റ് അതോ? ഓസ്റ്റിൻ ആണ് ഏറ്റവും കൂടുതൽ. ബെൻസ് എല്ലാം കൊടുത്തു. A40. ഓക്കെ. എന്തായി വല്ലതും പറയാനുണ്ടോ? ബെൻസിന്റെ എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം ഉണ്ടായത്. ഏറ്റവും മറ്റേത് CID മൂസല വണ്ടി ഉണ്ടായിരുന്നു, ഇംബാല. അതും കൊടുത്തു. അത് ഭയങ്കര വലുത്. പിന്നെ ഒരു ലോറി പോലത്തെ അതേതാ? ഏത് സിനിമയിലാ? അത് ഇംബാല. അതല്ല, വേറെ നമ്മുടെ അപ്പൊ മറ്റേ ഒരു നിസാനോ ഒരു ട്രക്ക് അതും കൊടുത്തു. അതൊക്കെ ആക്രിക്കാ. പിന്നെ നിസാൻ ജോങ്ക ഉണ്ടായിരുന്നു. ഓ, മറ്റേ മമ്മൂട്ടിയുടെ ഒരു സിനിമയില്ലേ, റഹ്മാനും മമ്മൂട്ടിയും കൂടെ ഉള്ള പഴയ ഒരു സിനിമ. മമ്മൂട്ടി റഹ്മാനെ വണ്ടി ഇടിച്ചു കൊല്ലുന്നു. അതിനകത്തൊരു ആണോ? ഓക്കെ. അതിലുണ്ടോ ജോങ്ക? അതിലുണ്ട്. ജോങ്ക ഏറ്റവും പവർഫുൾ ഓഫ് റോഡറാ. ഓ, 4 വീൽ പെട്രോൾ. അതും കൊടുത്തു. അതൊക്കെ വെളി കിടക്കുമായിരുന്നു. എന്തേ? ഓ എന്റെ പൊന്നോ, ഇതുപോലത്തെ ഒരു കാർ കളക്ഷൻ ഭ്രാന്തരം ഞാൻ കണ്ടിട്ടില്ല. സ്ഥലം കാറിന് വേണ്ടി കിട്ടിച്ച ഷെഡാ. 10 സെന്റ് സ്ഥലം വാങ്ങിച്ച് എന്താ അല്ലേ, അതിന് വേണ്ടി ഒരു ഷെഡ് പണിത് സ്ഥലം വാങ്ങിച്ചു. പക്ഷെ അന്ന് അപ്പായ വന്നു. ആ, എന്നിട്ട് അതിന് 2 ഷെഡ് കിട്ടും. പക്ഷെ കാറിപ്പോ ചെയ്യുന്നില്ല. ഇപ്പൊ ക്രേസ് പോയോ രഞ്ജോണ? എല്ലാവരും പ്രായത്തിന്റെയാണ്. ഇപ്പൊ ക്രേസ് ഒന്നും ഇല്ല. എല്ലാ പ്രായം എന്നോട് വന്ന് കഴിഞ്ഞോട് പറഞ്ഞു ആ പ്രായത്തില് തോന്നി വാങ്ങി. ഇപ്പൊ ആ പ്രായം കഴിഞ്ഞു. അതുകൊണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ ഭക്ഷണത്തിനോട് തോന്നുന്നില്ലല്ലോ. തോന്നില്ല. നമുക്ക് തോന്നുന്നു എഫ്രീൻ. ആ, ഞങ്ങള് അതെ, അതൊരു ടെമ്പററി. നമ്മളത് പ്രൂവ് ചെയ്യും. ആ, ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി അടുത്ത ഹോട്ടലിൽ കഴിച്ചോണ്ടിരുന്ന ആളാണ്. ഒരു 4 മാസം മുമ്പ് ഞാൻ ഒരു 4-5 വർഷമായിട്ട് കഴിപ്പ് കുറവാണ്. പൊറോട്ടയല്ല കഴിപ്പ് പുറകോട്ടാന്ന്. പൊറോട്ട അപ്പളും ഫുഡിന്റെ ഓർമ്മ മാത്രം. കുഞ്ഞാൻ വയ്യാതെ ജഫ്രൻ ഷട്ടർ ഇടുവാണ്. അപ്പൊ ഗൈസ് ഇതൊരു എനിക്ക് ഭയങ്കര വെളിയിലൊക്കെ ഓരോ വണ്ടിയിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ചൂടും പിന്നെ വേറെ ആരും ഇല്ലല്ലോ ഹെൽപ്പ് ചെയ്യാനൊക്കെ. അതുകൊണ്ട് ജസ്റ്റ് ഇതാണ് കളക്ഷൻസ്. ഈ റൈറ്റ് നൗ ഹിയർ 32 കാർസ്. ബാക്കിയൊക്കെ വർക്ക്ഷോപ്പിലാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് അവിടെ പോയി ബാക്കി കാണിക്കാൻ പറ്റില്ല. ആൻഡ് താർ റോക്സിന്റെ അഭിപ്രായവും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റായിട്ട് ഞാൻ ഈ വീഡിയോന്റെ അകത്ത് ലാസ്റ്റ് അവരുടെ വീടിൻ്റെ ഒരു ക്ലിപ്പ് ഇടാം. ദാറ്റ്സ് എ ബിഗ് ഹൗസ്. അത് കുറച്ച് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കുറേ ആൻറ്റീക്സ് ഉണ്ട്. സോ അതൊക്കെ ആയിട്ട് നമ്മൾ ഒരു തവണ ചേച്ചിയുടെ
മാവേലിക്കരയിലെ വീടിന്റെ വ്ളോഗ് കാണിക്കുന്നതായിരിക്കും. സോ ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയ് ടുഡേയ്സ് വ്ളോഗ്. അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി. എത്തി ഇവിടെ. ബൈ.